സന്ദർശിക്കേണ്ട. ലാസ്റ്റ് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ടി വരും. മുകളിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കടമകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 4.5 വർഷം കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ല, ഇത് അബോർട്ട് ചെയ്ത് കളഞ്ഞേക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ വലിപ്പം ഉണ്ടാവുന്നത്. എനിക്കാണെങ്കിൽ സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷവും സങ്കടം വന്നാൽ ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് നല്ല നിമിഷങ്ങളും കുറച്ച് മോശം നിമിഷങ്ങളും പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എനിക്കൊരു മോളാണുള്ളത്. നമുക്കിപ്പോൾ 8 മാസം കഴിഞ്ഞു, 9 തുടങ്ങാൻ വേണ്ടി പോകുന്നു. മുകളിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കടമകൾ കടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 4.5 വർഷം കഴിഞ്ഞിട്ടാണ് മോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അറിയാലോ, അത്രയും വർഷം ആൾക്കാർ എന്തായാലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കില്ല. അങ്ങനെ മുകളിലോട്ട് എത്തിപ്പെട്ടതും അതിൻ്റെ ഇടയിലുണ്ടായ സന്തോഷങ്ങളും സങ്കടവും ഒക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2021 മാർച്ച് 29-നാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. ഞങ്ങളതൊരു ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ വീട് കാസർഗോഡും ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ്. കൊറോണ സമയത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ ഒന്ന് ചെറിയ ട്രിപ്പ് പോയതിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് കൊറോണയൊക്കെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ക്വാറന്റൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ കൊറോണ അതൊക്കെ ആയതുകൊണ്ട് ഫ്ലൈറ്റൊന്നും പോകാത്തതുകൊണ്ട് ഒരു 5 മാസക്കാലം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഏപ്രിൽ പകുതിയാകുമ്പോൾ കൊറോണ പിടിച്ചു. ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് അതിൻ്റെ ക്വാറന്റൈൻ കഴിഞ്ഞു. അതിന് മെയ് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ജൂൺ ഒരു 10 ആയപ്പോഴേക്ക് എനിക്ക് പീരീഡ്സ് ആയില്ലായിരുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് പ്രഗ്നൻസി പോസിറ്റീവായി. അങ്ങനെ ഞങ്ങൾ നല്ല സന്തോഷത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. അറിയാലോ, ഫസ്റ്റ് ടൈം പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള പോലെ സന്തോഷമായിരുന്നു. ഞങ്ങൾ പക്ഷേ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, ഇങ്ങനെ പോസിറ്റീവ് ആണെന്നൊന്നും വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇത് പോസിറ്റീവ് ആയതിൻ്റെ പിറ്റേത്തെ ദിവസം എനിക്ക് പനി പിടിച്ചു. ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്ക് ഡെങ്കിപ്പനി. കൊറോണ കഴിഞ്ഞതിന് ക്ഷീണം മാറി വരുന്നതില്ല, അപ്പോഴേക്ക് ഡെങ്കിപ്പനി പിടിച്ചു. അങ്ങനെ ഡോക്ടർ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു. വേറെ പറയാതെ നിവൃത്തിയില്ല. അടുത്ത മെഡിസിനും കാര്യങ്ങളൊക്കെ തരുമ്പോൾ അതെന്തായാലും പറയണമല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടിലും എല്ലാവരും പറഞ്ഞു. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും അറിയിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നെക്സ്റ്റ് ഡേ തന്നെ പനി പിടിച്ചുകൊണ്ട് അതെല്ലാവരും അറിഞ്ഞു. ഡോക്ടർ മരുന്നും കാര്യങ്ങളും ഒക്കെ തന്നു. പനിയൊക്കെ മാറി, കുഴപ്പമില്ലാത്ത രീതിയിൽ മാറി. 2 ദിവസം അഡ്മിറ്റൊക്കെ ചെയ്ത്, എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു റിലേറ്റീവ് പറയുന്നത്, കൊറോണയും ഡെങ്കിയും ഒക്കെ വന്നതല്ലേ, നമുക്ക് വേറെ നല്ലൊരു ഡോക്ടറെ കാണിച്ചു നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തലശ്ശേരിയിലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയാവില്ല, ഇത് അബോർട്ട് ചെയ്ത് കളഞ്ഞേക്ക്. ഇപ്പം അല്ലെങ്കിൽ പിന്നത്തേക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ സമയത്ത് അറിയാലോ, ഫസ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആവുന്നത്. കല്യാണം കഴിഞ്ഞ് 1.5 മാസം ആയതേ ഉള്ളൂ. ഒരു എടുത്തി വന്ന് വീഴ അങ്ങനെ പറയില്ലേ, ആ ഒരു അവസ്ഥയിൽ അബോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലെത്തി. പക്ഷെ ഒന്നിച്ചില്ല, എല്ലാവരും പറഞ്ഞു പിന്നെ നിങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ തന്നെ അത് സഹിക്കണ്ടേ, അതിനേക്കാളും നല്ലത് ഇപ്പം തന്നെ കളയുന്നല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 വീക്സ് ആയിരുന്നു ഗ്രോത്ത് ഉണ്ടായിരുന്നത്. ഹാർട്ട് ബീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഡോക്ടർ പറഞ്ഞു ഇത് ഇപ്പോൾ കളഞ്ഞില്ലെങ്കിൽ 5-ാം മാസത്തിൽ കളയേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം അതാണ്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാം പഴി നമുക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങളും അവർ പറയുന്ന പോലെ ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ അബോർഷന് വേണ്ടി ടാബ്ലറ്റൊക്കെ തന്നു. അതിന് 2 ദിവസം കഴിഞ്ഞ് ടാബ്ലറ്റും കഴിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ജൂലൈ 1-ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ടാബ്ലറ്റൊക്കെ കഴിച്ച് അബോർഷൻ കഴിഞ്ഞവർക്ക്, DNC കഴിഞ്ഞവർക്ക് അറിയായിരിക്കും ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എത്രത്തോളം വേദന നമുക്ക് ഉണ്ടാവും എന്നുള്ളത്. പീരീഡ്സിൻ്റെ ഒന്നുമല്ല എന്നുള്ള രീതിയിൽ അത്രയും വേദനയായിരിക്കും. അങ്ങനെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ സഹിച്ച് ഹോസ്പിറ്റലിൽ പോയി DNC ഒക്കെ കഴിഞ്ഞു. അധികം ഞാൻ നീട്ടി വലിക്കുന്നില്ല, അതവിടെ അവസാനിച്ചു. അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടി ഉണ്ടായിരുന്നത് പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു പോയി. പെട്ടെന്ന് വന്നു പെട്ടെന്ന് പോയി, ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചു. പിന്നെ ഒരു സെപ്റ്റംബറൊക്കെ ആകുന്ന സമയത്ത് ഹസ്ബൻഡിന് തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ തിരിച്ച് ദുബായിലോട്ട് പോയി. പിന്നെ എല്ലാവരും പറഞ്ഞു എന്തെങ്കിലും ഒന്നിൽ എൻഗേജ്ഡ് ആയാൽ മാത്രമേ ഇങ്ങനെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ PSC ക്ലാസ്സിന് പോകാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഇടയിൽ എൻ്റെ അനിയത്തിയുടെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ
എൻ്റെ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ തന്നെ അവളെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങ് പോയി. അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ മറക്കൊന്നുമില്ല. അതിപ്പോൾ എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും ഒരിക്കലും നമ്മൾ ഒരു തവണ പ്രഗ്നൻ്റ് ആയി അത് അബോർട്ടായി പോയാൽ നമ്മൾ എന്തായാലും അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. അതിപ്പോൾ ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും പുതിയ ഒരു കുട്ടിയായി എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിഷമം എപ്പോഴും ഉണ്ടായിരിക്കും. അത് അറിയില്ല, ചിലപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ ആണോ, ചിലപ്പോൾ നമ്മളിങ്ങനെ സ്വപ്നം കാണുമല്ലോ, ഇങ്ങനെ കുട്ടി ഉണ്ടായി അതിനെക്കുറിച്ച് ഇങ്ങനെ കാണുമല്ലോ, അതിൻ്റെ ഒരു വിഷമമായിരിക്കും. എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇപ്പോഴും ആ ഒരു ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ 2022 കഴിഞ്ഞു. ഞാൻ PSC ക്ലാസ്സിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് 2021 മാർച്ച് 1 ഞാൻ 2 മാസത്തെ വിസിറ്റിങ്ങിൽ ദുബായിലോട്ട് പോയി. അങ്ങനെ അവിടെ ജോലിയൊക്കെ നോക്കാം, ജോലി കിട്ടിയാൽ അവിടെ തന്നെ സെറ്റിലാവാം എന്ന രീതിയിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ആ സമയത്ത് അറിയാലോ, മാർച്ച് ഏപ്രിൽ സമയത്ത് വലിയ ഇതൊന്നും ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പോയി ട്രൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ വിസിറ്റിങ് കഴിഞ്ഞു, ഞാൻ തിരിച്ചു വന്നു. മെയ് 1 ആകുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്നു. അങ്ങനെ 2023 മെയ്യിൽ ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ ഹസ്ബൻഡും നാട്ടിലോട്ട് വന്നു, ലീവിന്, ഓണത്തിൻ്റെ ലീവ് അങ്ങനെ പറഞ്ഞ് നാട്ടിലോട്ട് വന്നു. ആ സമയത്താണ് എൻ്റെ അനിയത്തിയുടെ ഡെലിവറി കഴിയുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 29 അവളുടെ ഡെലിവറി കഴിഞ്ഞു. ഒരു ആൺകുട്ടി ഉണ്ടായി. എനിക്ക് അതുവരെ ആൺകുട്ടികളെ വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പെൺകുട്ടി എല്ലാം മനസ്സ് നിറച്ചും പെൺകുട്ടി അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടെ, ഇനി ഒരുക്കി നടക്കാൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് പെൺകുട്ടിയായിരുന്നു ഭയങ്കര ഇഷ്ടം. 1 മാസം ഹസ്ബൻഡ് നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡോക്ടറൊക്കെ പോയി കാണിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും കാണുന്നില്ല, അത് ആയിക്കോളും, സമയത്ത് അങ്ങ് ആയിക്കോളും, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഡോക്ടർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം കുഴപ്പമൊന്നുമില്ല, സമയത്ത് നടക്കേണ്ട കാര്യം നടക്കേണ്ട സമയത്ത് നടക്കുന്നു, നമുക്കും അറിയാം. പക്ഷെ ബാക്കിയുള്ളവരുടെ ചോദ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫേസ് ചെയ്തല്ലോ. എല്ലാവരും ചോദിക്കുന്നത് എന്ത് പറ്റി, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണോ, എന്താ കുട്ടി ആവാത്ത എന്താ, ഈ ചോദിക്കുന്നവർക്കൊക്കെ അറിയാം. 1 മാസം മാത്രമേ ലീവുള്ളൂ എന്ന് ചോദിക്കുന്നവർക്ക് അറിയാം. പക്ഷെ എന്നാലും എന്താ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അത് അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ടാണോ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറേയൊന്നും കേട്ടില്ല നോക്കും, കുറേയെല്ലാം ഞാൻ പിള്ളേരെല്ലാം കൊടുത്തങ്ങ് ഒഴിവാക്കി വിടും. പിന്നെ അനിയത്തി കൂടി പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചോദ്യങ്ങൾ കൂടി. അനിയത്തിക്കായല്ലോ, നിങ്ങൾക്ക് എന്താവാത്തത്, നല്ലൊരു ഡോക്ടറുണ്ട്, ഇന്ന സ്ഥലത്തെ ഡോക്ടറുണ്ട്, ആ സ്ഥലത്തെ ഡോക്ടറുണ്ട്, പോയി കാണിച്ചൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഹസ്ബൻഡും പറഞ്ഞു ഒന്നും കുഴപ്പമൊന്നുമില്ല, സമയമുണ്ടല്ലോ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ആകെ 2 വർഷം ആണെന്നല്ലേ ഉള്ളൂ, അതിൽ ശരിയായിക്കോളും പറഞ്ഞു. അനിയത്തി ഇത് നൂലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് തിരിച്ചു പോയിട്ട് 1 മാസത്തെ ലീവ് കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു പോയി. അതിന് നൂലുകെട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ആ മാസം സെപ്റ്റംബറിൽ ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി. അപ്പോൾ എനിക്ക് സന്തോഷിക്കണോ സങ്കടപ്പെടണോ ഒന്നും അറിഞ്ഞൂടാ. അതും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കും ആദ്യം നിന്ന് അബോർട്ടായി രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റ് ആയിട്ടാകുമ്പോൾ എന്തായാലും മനസ്സിലൊരു സങ്കടം ഉണ്ടാവും. സങ്കടമല്ല, ടെൻഷനോ എന്താണെന്ന് അറിഞ്ഞൂടാ, ഒരു സംഭവം ഉണ്ടാവും. ഇതും പണ്ടത്തെ പോലെ തന്നെ ആവോ, എന്നും പറ്റുമോ നല്ല ഒരു ഇതായിരിക്കും. എനിക്കതുപോലെ ഉണ്ടായിരുന്നു. ഞാനും ഇങ്ങനെ സന്തോഷിക്കാനും പോയില്ല, സങ്കടം ടെൻഷൻ ഉണ്ടായിരുന്നു. സന്തോഷിക്കാൻ പോയില്ല. ഹസ്ബൻഡും പറഞ്ഞു വേണ്ട, സന്തോഷിക്കണ്ട, ലാസ്റ്റ് ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ടി വരും. ഇത് നൂലുകെട്ടിൻ്റെ കാര്യം തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാം റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. അപ്പോൾ സംഭവം പോസിറ്റീവാണ്. ഡോക്ടർ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാണ്ട് പറഞ്ഞു സ്കാനിങ്ങിന് വേണ്ടി. അങ്ങനെ പോയി സ്കാൻ ചെയ്തപ്പോൾ വീണ്ടും പ്രശ്നം. പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ഗ്രോത്ത് ഇല്ല. ഡോക്ടർ നമുക്ക് നോക്കാം, ഒരു 2 ആഴ്ച കഴിയട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ 2-3 സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. പക്ഷേ വളർച്ച ഒട്ടുമില്ല. അങ്ങനെ 3 മാസം വരെ നമ്മൾ നോക്കി. പെട്ടെന്ന് അങ്ങ് കളയണ്ടല്ലോ, എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ പോകാനുള്ള രീതിയിൽ നോക്കി. പക്ഷേ 3 മാസമായിട്ടും ഒരു ഗ്രോത്തും ഇല്ല. അങ്ങനെ ഡോക്ടർ ടാബ്ലറ്റ് തന്നിട്ട് അങ്ങനെ അതും പോയി, സെക്കൻഡും പോയി. ഞാൻ ഒരു ഡോക്ടറെ കാണിച്ചു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗവൺമെൻറ്റിൽ കാണിച്ച് പ്രൈവറ്റിൽ കാണിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രൈവറ്റിലും പോയി ആ ഡോക്ടറും കൂടെ ഒപ്പീനിയൻ നോക്കിയിട്ടാണ് ഡോക്ടറും പറഞ്ഞു, 2 ഡോക്ടറും പറഞ്ഞു ഇത് വളർച്ചയില്ല, നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും കളഞ്ഞു പോയി. അങ്ങനെ അത് ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് പോയത്. ആദ്യത്തെ DNC ആയിരുന്നു, 2ാമത്തെ ടാബ്ലറ്റ് കഴിച്ചിട്ട് അല്ലാതെ അങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം, എന്താ കാര്യം എന്ന് നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ആദ്യത്തെ തവണ ഇങ്ങനെ കൊറോണയും ഡെങ്കിയൊക്കെ വന്നുകൊണ്ട് കളയേണ്ടതാണെങ്കിൽ പോലും ഇതിപ്പോൾ ഇങ്ങനെ ഗ്രോത്തും ഇല്ലല്ലോ, എന്താ കാര്യം നമുക്ക് നോക്കി നോക്കാമെന്ന് പറഞ്ഞ്
ബ്ലഡ് ടെസ്റ്റിന് പോയി. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ എന്തൊക്കെയോ ബ്ലഡിലെ കാര്യങ്ങളൊക്കെ ഇല്ലേ, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചെയ്തപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ടൈം കുറവാണെന്നോ കൂടുതലാണെന്നോ അങ്ങനെ എന്തോ സംഭവം പറഞ്ഞു. അങ്ങനെ അതിനുള്ള ടാബ്ലറ്റ് എനിക്ക് തന്നു, ആസ്പിരിൻ അത് തന്നു. അങ്ങനെ നമ്മളടുത്ത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിൻ്റെ 3 മാസം മുന്നേ ഫോളിക് ആസിഡും ഈ ആസ്പിരിനും അങ്ങനെ 2 കൂടെ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ദുബായിലാണ്, ഞാൻ അവിടെ നാട്ടിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടില്ല. ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാ കാര്യം, ഹസ്ബൻഡിനെ നമുക്ക് നോക്കാം, അടുത്ത ലീവോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ട് ദുബായിലോട്ട് ഞാൻ പോകുന്ന രീതിയിലോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അതവിടെ വെച്ചു. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നോ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നോ അച്ഛനോ അമ്മയോ ആരും ഇതുവരെ എന്നെ അങ്ങനെ ഒരു ഫോഴ്സ് ചെയ്യോ അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് മാത്രമായില്ലല്ലോ ഇവക്ക് ആയില്ലേ അങ്ങനെ ഒരു ഇതും പറഞ്ഞ് എന്നെ സങ്കടപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഞങ്ങൾ 2 പേരും കൂടെ നിന്നിട്ട് മാത്രമേ ഉള്ളൂ. ആരും ഞങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് തളർത്താണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ 2025 ഡിസംബർ 1 ഞാൻ വീണ്ടും ദുബായിലോട്ട് പോയി. അത് പക്ഷേ ഫാമിലി വിസ എടുത്തിട്ടായിരുന്നു പോയത്. അത് പിന്നെയും ജോലി നോക്കാം എന്നുള്ള രീതിയിൽ തന്നെ പോയി. അങ്ങനെ പോയി 1 മാസം ഞാൻ അവിടെ പല കമ്പനിയിലും പോയി ജോലിക്കൊക്കെ ട്രൈ ചെയ്തുകൊണ്ട് ജനുവരി ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്ക് ഭയങ്കര ക്ഷീണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ ആണ്. ഞാൻ മെയിൽ അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഫെബ്രുവരി 14 ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവായിരുന്നു. പക്ഷെ വീണ്ടും പേടി, ടെൻഷൻ, ഇതും അതുപോലെ ആവുമെന്നില്ല ടെൻഷൻ പിന്നെയും വന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ അതുപോലെ തന്നെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പോസിറ്റീവാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് സ്കാനിങ് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല, നോർമലാന്ന് പറഞ്ഞ്. അങ്ങനെ 1 മാസം കഴിഞ്ഞ് വീണ്ടും ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. ഫോളിക് ആസിഡും ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ല ആസ്പിരിൻ കഴിക്കാൻ പറഞ്ഞത് അതൊക്കെ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് ആ 2 ടാബ്ലറ്റ് തന്നു. പിന്നെ കാൽഷ്യം, അയൺ അങ്ങനത്തെ ഒക്കെ തരുമല്ലോ, അതൊക്കെ വിറ്റാമിൻ്റെ ടാബ്ലറ്റ്സ്, അങ്ങനെ കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. പ്രഗ്നൻസി പോസ്റ്റ് ആയി കഴിഞ്ഞ് പിന്നെ ഒരു 1 മാസം അവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ. അങ്ങനെ മാർച്ച് 15 ഞാൻ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആ സമയത്ത് എനിക്ക് 2 മാസം കംപ്ലീറ്റ് ആയി, 3-ാമത്തെ മാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നു. നാട്ടിൽ വന്നിട്ടും വലിയ കുറവൊന്നുമില്ല, വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിൽ ഞാൻ പറഞ്ഞു സ്കാനിങ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നിട്ട് ഡോക്ടർ സ്കാനിങ്ങിനൊക്കെ എഴുതി തന്നു. സ്കാൻ ചെയ്തു. ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് NT സ്കാനിങ് വന്നിട്ടുണ്ടായത്. 3-ാം മാസത്തെ NT സ്കാനിങ്ങിൽ ഒരു ഏപ്രിൽ ലാസ്റ്റൊക്കെ ആകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. 4-ാം മാസം ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ മുന്നേ ഇവിടെ കാണിച്ച ഹോസ്പിറ്റലിൽ തന്നെ സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി പ്രസാദ് ഡോക്ടറെ കാണിച്ചത്. എൻ്റെ ഡെലിവറി ഡേറ്റ് ഒക്ടോബർ 17 ഉണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ വരാം, അതാകുമ്പോൾ പിന്നെ നൂലുകെട്ടും കാര്യങ്ങളിലൊക്കെ നിൽക്കാലോ എന്ന് വിചാരിച്ചു നിന്നു. ഇതിൻ്റെയൊക്കെ കുറേ തട്ടലും മുട്ടലൊക്കെ കേൾക്കുന്നത് അത് മോളാന്ന് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ സൗണ്ട് ഉണ്ടാക്കുന്നതല്ല. അങ്ങനെ ഹസ്ബൻഡ് ഒരു സെപ്റ്റംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നാട്ടിൽ വന്നു. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ മനസ്സിലൊരു അറിഞ്ഞൂടാ, ചിലപ്പോൾ എനിക്ക് ആളെ പെട്ടെന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അറിഞ്ഞൂടാ. അങ്ങനെ സെപ്റ്റംബർ 27 വന്നു. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ എന്നെ കാണാനും വന്നു, ഇങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് കാണാനും വന്നു. സെപ്റ്റംബർ 29 വന്നു. സെപ്റ്റംബർ 30 ഞങ്ങളൊന്ന് വെറുതെ കറങ്ങാനൊക്കെ പോയി, ടൗണിലോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയി. കുറേ നാളായില്ലേ കറങ്ങാനൊന്നും പോകാത്തത്. പിന്നെ ഡേറ്റും ആയി, അതുകൊണ്ട് പിന്നെ ടെൻഷൻ വേണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതേ ഒന്ന് ഒക്ടോബർ 1 ഞാൻ വിചാരിച്ചു നമുക്ക് ബാക്കൽ ഫോട്ടോ ഇവിടെ എടുത്താണല്ലോ, അപ്പോൾ ഒരു ഫോട്ടോ ഷൂട്ട് പോലെ നടത്താം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ രാവിലെ ചായയൊക്കെ കുടിച്ച് റെഡിയൊക്കെ ആയി ഞാനും ഹസ്ബൻഡും എൻ്റെ അമ്മയും അങ്ങനെ 3 പേരും പോകാമെന്നൊക്കെ വിചാരിച്ച് എല്ലാം സെറ്റായി നിന്നപ്പോൾ എനിക്ക് ചെറിയൊരു പെയിൻ തുടങ്ങി. അങ്ങനെ 1-ാം തീയതി എനിക്ക് പെയിനൊക്കെ വന്നു. ഒന്നും ഞങ്ങൾ എവിടെയും പോകാൻ നിന്നിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ തട്ടിക്കൂട്ടി 2-3 ഫോട്ടോ എടുത്തു. ചെറിയൊരു വേദനയെന്ന് വന്നിട്ടുണ്ടായിരുന്നു, വന്നു പോയി അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായപ്പോൾ കുറച്ചധികം പെയിൻ വന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. പിറ്റേന്ന് 2-ാം തീയതി ഒക്ടോബർ 2 തന്നെ ഡെലിവറി കഴിഞ്ഞു. മോളായിരുന്നു. തുമ്പിന്നാ വിളിക്കുന്നത് വീട്ടിൽ നിന്ന്. ചാനലിൻ്റെ പേര് തന്നെ തുമ്പീസ് വേൾഡ്. അങ്ങനെ മോളെ ഇല്ലാണ്ട് ചാനൽ തുടങ്ങിയത്.
ശരിക്കും പേര് ഇവാൻഷി മിഥുൻ എന്നാണ് ഇട്ടത്. അങ്ങനെ ഇത്രയൊക്കെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഇപ്പോൾ ഈ നിമിഷം വരെ ഇതുവരെയുള്ളത്. മോക്കിപ്പോൾ 9ാം മാസം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു.